Hello, good Sangadis 3-2, directed by Amar Kaushik. ബോളിവുഡിലെ മഡോക് സൂപ്പർ നാഷണൽ യൂണിവേഴ്സ് അതായത് MSUലെ ഫ്രാഞ്ചൈസിലെ 4th ഫിലിമാണ് സ്ത്രീ 2 ആൻഡ് സ്ത്രീ 1 മുഞ്ചിയ ആൻഡ് വരുൺ ധവാന്റെ പേടിയ. ഇത് മൂന്നുമാണ് ബാക്കിയുള്ള മൂവീസ് ഈ ഫ്രാഞ്ചൈസിയിലുള്ളത്. ആൻഡ് നമ്മൾ സ്ത്രീ 2 കാണുവാണെങ്കിൽ സ്ത്രീ 1 ആൻഡ് ബേഡിയ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കും. ഹൊററാണ് ഈ ഫ്രാഞ്ചൈസിൽ ശരിക്കുള്ള ജോണറെങ്കിലും ഈ യൂണിവേഴ്സിൽ ഒരു പടങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുക അല്ലെങ്കിൽ സീറ്റ് എഡ്ജ് ഇരുത്തി പേടിപ്പിക്കാൻ മാത്രം ഒന്നും അവർ എടുത്തു വെച്ചിട്ടില്ല. ബട്ട് കൊമേഴ്ഷ്യലി ഭയങ്കര എന്റർടൈനിങ് ആയിട്ടാണ് ഈ പടങ്ങളെല്ലാം എടുക്കാറ്. ആൻഡ് അതിൽ ഈ സ്ത്രീ 2 നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പേഴ്സണലി എനിക്ക് കിട്ടിയത്. ഞാൻ പേഴ്സണലി നല്ല കിടിലായിട്ട് തന്നെ എൻജോയ് ചെയ്തിരുന്നതാണ് കണ്ടത്. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ബോളിവുഡിലെ ഏറ്റവും ബെസ്റ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഇത് തന്നെയാണ്. ലൈക്ക് വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉള്ള സ്പൈ യൂണിവേഴ്സ് ഒക്കെ അവിടെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപാട് ഫാർ ബെറ്റർ ആണ് ഈ ഹൊറർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ഈ യൂണിവേഴ്സിലെ ഏറ്റവും ബെസ്റ്റ് മൂവി സ്ത്രീ 2 തന്നെയാണ്. ഈ മൂവിയിലെ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഹീറോ രാജ്കുമാർ റാവു ആൻഡ് പങ്കജ് ത്രിപതിയാണ്. പിന്നെ അഭിഷേക് ബാനർജി ആൻഡ് അപർശക്തി ഖുറാനെ പോലുള്ളവരുണ്ടെങ്കിലും ഈ മൂവിയുടെ ഒരു മെയിൻ കോർ എന്ന് പറയുന്നത് ശ്രദ്ധ കപൂറാണ്. ആളുടെ ക്യാരക്ടർ ഗംഭീരമായിരുന്നു. ശരിക്കും പുള്ളിക്കാരത്തിന്റെ സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്നു. ബട്ട് വരുന്ന സീനിലെല്ലാം തന്നെ ആളുടെ സ്ക്രീൻ പ്രസൻസ് കിടിലമായിരുന്നു. ആൻഡ് ഒരുപാട് ഹൈ മൊമെന്റ്സും ഈ ക്യാരക്ടർ ഇതിലുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ദ മൂവി സ്റ്റാർട്ട് ടു എൻഡ് എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടുപോകുന്ന 2 പേരാണ് രാജ്കുമാർ റാവു ആൻഡ് പങ്കജ് ത്രിപതി. അവരുടെ കോമഡിയുടെ ടൈമിങ്ങും ഹൊറർ സീൻസിലുള്ള എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ടല്ലോ നല്ല കിടിലായിട്ട് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവരത് ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ആൻഡ് ഇതിൽ ഒരുപാട് സർപ്രൈസ് ക്യാമിയോസ് ഉണ്ട്. അക്ഷയ് കുമാർ ഒരു ചെറിയ റോളിൽ വരുന്നുണ്ട്. മിക്കവാറും ഇത് സ്ത്രീ 3 എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് സ്ത്രീ 3 നമ്മൾ ഈ കില്ലാടിയെ സഹിച്ചേ പറ്റൂ. ബട്ട് ഇതിലുള്ള ക്യാരക്ടർ വളരെ എന്റർടൈനിങ് ആണ്. പിന്നെ തമന്ന ഒരു ക്യാരക്ടറിലുണ്ട്. ആളുടെ ഒരു ഡാൻസ് നമ്പർ കൂടി ആ സോങ് പ്ലസ് ആളുടെ മൊമെന്റ്സ് ഒക്കെ നല്ല കിടിലമായിരുന്നു. ആൻഡ് ഇതുകൂടാതെ ഒരുപാട് സർപ്രൈസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഇതിന്റെ സോങ്സ് വന്ന് ചെയ്തിരിക്കുന്നത് സച്ചിൻ ആൻഡ് ജിഗർ ആണ്. എല്ലാ സോങ്സും നൈസ് ആയിരുന്നു. ബട്ട് എടുത്ത് പറയേണ്ടത് ഇതിന്റെ സൗണ്ട് സ്കോറിനെ പറ്റിയാണ്. അത് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സ് ചെയ്ത ഒരു വർക്കുണ്ട്, കിടിലമായിരുന്നു. ഓൾസോ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പ്യുവർ ഗൂസ് ബംസ് ആണ്. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് വരുമ്പോണ്ടല്ലോ ഇതിനെ വേറെ ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ലോജിക് ഒക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പോയിരുന്ന് കാണുക. പിന്നെ ഇവര് കാണിച്ച ഒരു കാര്യം വളരെ ചീപ്പായി പോയി. കാരണം സ്ട്രേഞ്ചർ തിങ്സിന്റെ പോസ്റ്റർ അതേപോലെ കോപ്പി അടിച്ച് വെക്കാം. വളരെ മോശം. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. മോശമായി പോയി ഗൈസ്, വളരെ മോശമായി പോയി. ഈ ഒരു കാര്യം മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം നൈസാണ്. സോ ഈ ഒരു യൂണിവേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണെന്നെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് വരിക. ബൈ.